What length of tarpaulin 3 meter wide will be required to make conical tent of height 8 meter and base radius 6 meter? അപ്പോൾ ഒരു കോണിക്കൽ ടെന്റ് ഉണ്ടാക്കാൻ എത്ര ലെങ്ത് ടാർപോളിൻ വേണമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ കോണിക്കൽ ടെന്റിന്റെ ഹൈറ്റ് 8 മീറ്ററും ബേസ് റേഡിയസ് 6 മീറ്ററുമാണ്. ടാർപോളിന്റെ വൈഡ്, അതായത് ടാർപോളിന്റെ വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് 3 മീറ്റർ ആണ്. 3 മീറ്റർ വൈഡുള്ള എത്ര ലെങ്ത് ടാർപോളിൻ ഇത്രയും മെഷർമെന്റ് ഉള്ള ഒരു കോണിക്കൽ ടെന്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അസ്യൂം ദാറ്റ് ദി എക്സ്ട്രാ ലെങ്ത് ഓഫ് മെറ്റീരിയൽ ദാറ്റ് വിൽ ബി റിക്വയർഡ് ഫോർ സ്റ്റിച്ചിങ് മാർജിൻസ് ആൻഡ് വേസ്റ്റേജ് ഇൻ കട്ടിങ് ഈസ് അപ്രോക്സിമേറ്റ്ലി 20 സെന്റിമീറ്റർ. അപ്പോൾ സ്റ്റിച്ചിങ്ങിനും പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഉള്ള വേസ്റ്റേജും എല്ലാം കൂടെ ചേർത്ത് എക്സ്ട്രാ ലെങ്ത് എത്ര ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 20 സെന്റിമീറ്റർ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ കോണിക്കൽ ടെന്റിന്റെ ഹൈറ്റും ബേസും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ എത്ര ടാർപോളിൻ ആവശ്യമായിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ കോണിക്കൽ ടെന്റിന്റെ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ കോണിക്കൽ ടെന്റിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് കേർഡ് സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ കോണിക്കൽ ടെന്റ് ഞാൻ ഇങ്ങോട്ടൊന്ന് വരച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ ടെന്റ്. കോൺ ഷേപ്പിലുള്ള നമ്മുടെ ടെന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ റേഡിയസ് 6 മീറ്റർ ആണ്. ദിസ് ഈസ് 6 മീറ്റർ. പിന്നെ ഹൈറ്റ് 8 മീറ്റർ. ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഈ താഴെയുള്ള ബേസിന്റെ സെന്ററിൽ നിന്ന് ഇതിന്റെ ടോപ്പിലേക്കുള്ള ഈ പെർപെൻഡിക്കുലർ ലെങ്തിനെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് 8 മീറ്റർ. ഇനി നമുക്ക് ഇതിന്റെ ചുറ്റുമുള്ള, അതായത് ഈ കോണിന്റെ ഈ ചുറ്റുമുള്ള ഏരിയയാണ് നമുക്ക് വേണ്ടത്. അതായത് കേർഡ് സർഫസ് ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ഇതിന്റെ കേർഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് πRL ആണ്. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ളത് H ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? L കണ്ടുപിടിക്കണം. L എന്ന് പറയുന്നത് ഇതാ ഈ സ്ലാൻഡ് ഹൈറ്റിനെയാണ് നമ്മൾ L എന്ന് പറയുന്നത്. അപ്പൊ L കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. എന്താണ് L കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? √R² + H² ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട് 6 മീറ്റർ, H തന്നിട്ടുണ്ട്, ഹൈറ്റ് ഈസ് 8 മീറ്റർ. നമുക്ക് വേണ്ടത് L ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം L² = H² + R² ആണ് എന്ന് നമുക്കറിയാം. ഇതിൽ നിന്ന് നമുക്ക് L കണ്ടുപിടിക്കാൻ ഈസിയാണ്. L = √H² + R². നമുക്കറിയാവുന്ന വാല്യൂസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. H ഈസ് 8, അപ്പൊ 8² പ്ലസ് R ഈസ് 6² is equal to 8 8 are 64 plus 6 6 are 36 is equal to √100 is equal to 10. അപ്പോൾ 10 മീറ്റർ ആണ് ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റ്, അല്ലെങ്കിൽ L എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് L കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിന്റെ കേർഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? എന്തോരം ടാർപോളിൻ വേണമെന്നുള്ളതാണ് അല്ലെ? അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ ഈ കണ്ടുപിടിക്കുന്നത് കോണിക്കൽ ടെന്റിന്റെ ആണ്. മാർജിൻ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഈ കോണിക്കൽ ടെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ദി ക്യാൻവാസ് യൂസ്ഡ് ഫോർ ദി ടെന്റ് ഈസ് ഈക്വൽ ടു, ഇതെന്ന് പറയുന്നത് എന്താണ്? CSA ഓഫ് ദി കോൺ, കേർഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ is equal to, equation is πRL is equal to pi. ഇതാ ഇവിടെ 3.14 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3.14 into R is 6 into L is 10 is equal to 3.14 into 6. അപ്പൊ 314 into 6 24, 6 plus 2 8, 6 into 3 18. അപ്പോൾ 1884
ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ആണ്. അപ്പോൾ ഇത് 18.84 into 10. ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് റൈറ്റിലേക്ക് മാറും, 1 പ്ലേസ് മാറും. അപ്പോൾ 188.4 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ കോണിന്റെ ഏരിയ എന്ന് പറയുന്നത്, കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 188.4 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ടെന്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ക്യാൻവാസ് എന്ന് പറയുന്നത്, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 188.4 മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഓഫ് ദി ടാർപോളിൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടാർപോളിൻ എപ്പോഴും റെക്ടാങ്കിൾ ഷേപ്പിലാണ് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതിന്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വൈഡ് നമുക്ക് തന്നിട്ടുണ്ട്, 3 മീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഏരിയ ഓഫ് ദി ടാർപോളിൻ ആണ് നമുക്കിവിടെ 188.4 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയത്. ഇത് റെക്ടാങ്കിൾ ഷേപ്പിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ L ഇൻറ്റു ഏരിയ ഓഫ് ടാർപോളിൻ ഈസ് L ഇൻറ്റു ബി, ദാറ്റ് ഈസ് 188.4. ലെങ്ത് നമുക്കറിയില്ല, ബ്രെഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 മീറ്റർ. 3 is equal to 188.4. ഇതിൽ നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ ഈസിയാണ്. L is equal to 188.4 divided by 3. 188.4 divided by 3. 6 3s are 18. 3 2s are 6. ഇനി ഇവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് 4 എടുത്തെഴുതുന്നു. 8 3s are 24. അപ്പോൾ L is equal to 62.8 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ 3 മീറ്റർ വൈഡ് ഉള്ള ടാർപോളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 62.8 മീറ്റർ ആണ്. ഇനി ഇവിടെ എക്സ്ട്രാ മെറ്റീരിയൽ സ്റ്റിച്ചിങ്ങിനും കട്ടിങ്ങിനും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നോക്കിയേ, extra length of material that will be required for stitching margins and wastage in cutting is approximately 20 meter. അപ്പോൾ അതോടെ ചേർത്തെങ്കിലേ എന്താവത്തുള്ളൂ? ടാർപോളിന്റെ ടോട്ടൽ ലെങ്ത് ആവത്തുള്ളൂ. അപ്പോൾ അതും കൂടെ നമുക്ക് എഴുതാം. The extra material required for stitching margins and cutting is equal to 20 centimeter. അപ്പോൾ നമുക്ക് മീറ്ററിലാണ് വേണ്ടത്, നമ്മുടെ യൂണിറ്റ് എല്ലാം മീറ്ററിലാണ്. അപ്പോൾ 20 സെന്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലാക്കുന്നു. 20/100 is equal to 0.20 meter. Hence, the total length of tarpaulin required is equal to ലെങ്ത് 62.8 ആയിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ 0.20 കൂടെ ആഡ് ചെയ്യുന്നു. ഇസ് ഇക്വൽ ടു 62.8ൻ്റെ കൂടെ 0.2 ആഡ് ചെയ്ത 63 മീറ്റർ ആണ് ടാർപോളിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്.